അസമിലേക്ക് പോയി പഠനം തുടരണമെന്ന കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരി മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പം നിന്ന് പഠനം തുടരണമെന്നും പെൺകുട്ടി പറയുന്നു. അതേസമയം കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്ന് ശാരീരിക അതിക്രമം നേരിട്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് തിരുവനന്തപുരം DCP ഭരത് റെഡ്ഡി പറഞ്ഞു. പെൺകുട്ടിയെ നാളെ നാട്ടിലെത്തിക്കാനാണ് സാധ്യത. രശ്മി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. രശ്മി, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ 37 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഈ കുട്ടിയെ വിശാഖപട്ടണത്ത് നിന്നും മലയാളി അസോസിയേഷന് കണ്ടെത്താൻ കഴിഞ്ഞത്. വലിയ ആശ്വാസം അതിനുശേഷം കുടുംബത്തിനുണ്ടായി. അവർ ഇത്രത്തോളം മണിക്കൂറുകൾ വലിയ ആശങ്കയിലായിരുന്നു ആ കുടുംബം ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ കഴക്കൂട്ടത്തു നിന്നുള്ള സംഘം ഉച്ചയോടുകൂടി അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്, വിശാഖപട്ടണത്തേക്ക് തിരിച്ചിട്ടുണ്ട്. നാളെ അവർ വിശാഖപട്ടണത്ത് എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കഴക്കൂട്ടം SI രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള 4-അംഗ സംഘം, വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള 4-അംഗ സംഘമാണ് അവിടേക്ക് തിരിച്ചിരിക്കുന്നത്. നാളെ ഉച്ചയോടുകൂടി വിശാഖപട്ടണത്ത് എത്തുകയും അവിടെ നിന്നും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം കഴക്കൂട്ടത്തേക്ക് എത്തിക്കുകയും ചെയ്യും. ഇവിടെ വന്നതിന് ശേഷം കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട്. കുട്ടിക്ക് കൗൺസിലിംഗ് നൽകും. ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും കുട്ടിയെ അച്ഛനും അമ്മയ്ക്കും കൈമാറുക. ഈ ഒരു സംഭവം നടന്ന ദിവസം ഈ പ്രദേശവാസികൾ, പരിസരവാസികൾ ഉൾപ്പെടെ ജനം TVയോട് ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ കുട്ടിയെ ഇവർ കൂടുതലായി ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ളതാണ്. 1 മാസം തികയുന്നതേ ഉള്ളൂ അസം സ്വദേശികൾ അവിടെ എത്തിയിട്ട്, ഈ കഴക്കൂട്ടത്ത് എത്തിയിട്ട് അവിടെ ഒരു സ്കൂളിൽ ജോലി നോക്കുകയാണ് ഈ അച്ഛനും അമ്മയും. ഈ കുട്ടിയെ ഇവർ നിരന്തരം ഉപദ്രവിക്കാറുണ്ട്. ഈ ഉപദ്രവിച്ച് കല്ലുകളും മറ്റും എടുത്ത് എറിയും. എന്താണോ കയ്യിലുള്ളത് ആ കയ്യിലുള്ളത് വെച്ച് ഈ കുട്ടിയെ ഉപദ്രവിക്കും. ഇവർ രണ്ടാനമ്മയാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ നൽകിയിരുന്നു. മാത്രമല്ല, തുടക്ക സമയത്തിൽ ഒരു മൂത്ത മകനുണ്ട് എന്നുള്ളൊരു കാര്യം ഈ കുടുംബം ഒളിപ്പിച്ചു വെച്ചിരുന്നു. മാത്രമല്ല, കൂടുതൽ കൃത്യമായ ഒരു വിവരങ്ങൾ പോലീസിന് കൈമാറുന്നതിലും ഇവർ വിമുഖത കാട്ടിയിരുന്നു. ഇക്കാര്യത്തിലൊക്കെ ഒരു സംശയം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വന്നതിന് ശേഷം കുട്ടിയുടെ മൊഴി ഉൾപ്പെടെ വിശദമായി രേഖപ്പെടുത്തും. കുട്ടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തിരിച്ച് അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് വരാൻ കുട്ടി താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. അസമിൽ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒപ്പം അവിടെ താമസിക്കണമെന്നും തുടർ പഠനം നടത്തണം എന്നുള്ളതുമാണ് കുട്ടിയുടെ ആഗ്രഹം. ഇവർ ഈ ജോലി തേടിയാണ് അച്ഛനും അമ്മയും ഇവിടേക്ക് എത്തിയത്. ഇവിടെ ഇപ്പോൾ 3 മക്കളാണ് ഉള്ളത്. ഒരു മകൻ കൂടിയുണ്ട്. മകൻ ബാംഗ്ലൂരുവിലാണ് ജോലി ചെയ്യുന്നത്. ഈ മകളെ, ഈ 3 പേരെയും ഇവിടെയുള്ള സ്കൂളിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മാതാപിതാക്കൾ പറയുന്നത്. അവർ ശകാരിച്ചത് മാത്രമേ ഉള്ളൂ എന്നുള്ളതും ഈ അമ്മ പറയുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടോ, കുട്ടിയുടെ താല്പര്യം എന്താണ്, പോകാനുണ്ടായ കാരണം ഒക്കെ തന്നെ വിശദമായി ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും മാതാപിതാക്കൾക്ക് ഉൾപ്പെടെ കുട്ടിയെ കൈമാറുക. ഏതായാലും നാളെ ഉച്ചയോടുകൂടി വിശാഖപട്ടണത്ത് എത്തുന്ന സംഘം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും തിരിച്ച് കഴക്കൂട്ടത്തേക്ക് എത്തുക. വ്യക്തമാണ്. എന്തിനായാലും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത തേടേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി